ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമിസ്റ്ററിയുടെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്, നല്ല കമൻറ്റുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. കാരണം ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന ആളുകളുടെ ഒരു കൾച്ചർ ഞാൻ നിങ്ങളെ കമൻറ്റിലും പ്രതീക്ഷിക്കുകയാണ്. അത്രത്തോളം അത് എത്തുന്നില്ല. ചില കമൻറ്റുകൾ വളരെ അപൂർവമായിട്ട് കേട്ടോ, കൂടുതലും നല്ല കമൻറ്റുകൾ തന്നെയാണ്. എല്ലാം നല്ല കമൻറ്റുകൾ തന്നെ ഇടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ചാനൽ തന്നെ കാണണമെന്ന് ഞാനും ഒട്ട് വാശി പിടിക്കണില്ല കേട്ടോ. വേറെ ചാനലുകളുണ്ടാവും, ക്ലാസ് നിങ്ങൾക്ക് വേണ്ടത് കേൾക്കാം. ഞാൻ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് രീതിയിലാണ് ക്ലാസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ് പറഞ്ഞല്ലോ, രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് തേർഡ് സെം ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് മൂന്നാമത്തെ യൂണിറ്റ്, മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ഇട്ടു. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ലാൻഡ്സ്കേപ്പ് ആൻഡ് സെറ്റിൽമെൻറ്റ് പാറ്റേണാണ്. ഭൂപ്രകൃതിയും അധിവാസ മാതൃകകളും എന്നാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് വരുന്നത് വടക്കൻ കേരളത്തിലെ നെൽകൃഷിയുടെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വടക്കൻ കേരളത്തിലെ നെൽകൃഷി വിവിധ രീതികളിലുണ്ട്. അത് എന്തിനൊക്കെ ആശ്രയിച്ച് കാലാവസ്ഥ, അതുപോലെ മണ്ണിൻ്റെ സ്വഭാവം, ജലസേചന സൗകര്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചാണ് അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ചില കൃഷി രീതികൾ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഇതിൽ ഫസ്റ്റിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഒന്നാമത്തത് പൊക്കാളപ്പാട് എന്ന് പറയും. പൊക്കാളപ്പാടം എന്ന് പറയുന്നത് പൊക്കാളപ്പാട് കൃഷി. പ്രത്യേകിച്ച് കണ്ണൂരിലും കാസർഗോഡിലുമാണ് ഈ പൊക്കാളപ്പാടങ്ങൾ കണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്തിന് ശേഷം വെള്ളം നീക്കം ചെയ്തിട്ട് അവിടെ കൃഷി നടത്തുന്നൊരു രീതിയാണ് ഈ പൊക്കാളപ്പാട കൃഷി എന്ന് പറയുന്നത്. പലപ്പോഴും ഏകവിള കൃഷിയാണ് അതിന്, അതായത് ഒറ്റ വിള മാത്രമാണ് അവിടെ കൃഷി ചെയ്യുക. പറഞ്ഞല്ലോ, എവിടേക്കാണ്? കണ്ണൂരും കാസർഗോഡുമാണ് കണ്ടുവരുന്നത്. കടലിൻ്റെ സമീപം നിമ്ലമായ ഭൂമിയിലാണ് ഈ കൃഷി ചെയ്തു വരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തത് പുനൽക്കോട്ട് പാടമാണ്. പുനൽക്കോട്ട് പാടം മഴക്കാലത്ത് വെള്ളം സ്വാഭാവികമായിട്ട് കെട്ടി നിൽക്കുന്ന തടങ്ങളിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇത്. പിന്നെ മറ്റത് വെള്ളം നീക്കം ചെയ്തിട്ടാണ്. ഇത് വെള്ളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ കൃഷി ചെയ്യുന്ന രീതിയാണ്. മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഇത്തരത്തിലുള്ള കൃഷി രീതി കൂടുതലായിട്ടും കണ്ടുവരുന്നത്. നെല്ലിന് അനുയോജ്യമായ അളവിൽ ജലനിരപ്പ് ഉയർത്താൻ പ്രത്യേക ജലനിരപ്പ് മാനേജ്മെൻറ്റ് രീതി ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നെല്ലാണ് കൂടുതലായിട്ടും, നെല്ല് മാത്രമല്ല നെല്ലാണ് കൂടുതലായിട്ടും ഇതിൽ കൃഷി ചെയ്ത് പുനൽക്കോട്ടിൽ കൃഷി ചെയ്ത് വരുന്നത്. ഇനി മൂന്നാമത്തത് തോട്ടം കൃഷിയാണ്. തോട്ടം കൃഷി പറഞ്ഞാൽ ചെറിയ തോതിൽ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന രീതിയാണ്. കൂടുതലും സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വയംഭരണത്തിന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സൗകര്യം ചെയ്തൊരുക്കി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, മഴയെ ആശ്രയിച്ചിട്ട് ജലം ലഭ്യമാകുന്ന ഏരിയയിൽ ചെറിയ ചെറിയ തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ കാലാവസ്ഥയെ ആശ്രയിച്ചിട്ടുള്ള ഒരു കൃഷി രീതി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കണക്കാക്കാം, തോട്ടം കൃഷി. ഇനി ഉയർഭൂമി നെൽകൃഷിയാണ്. അത് യഥാർത്ഥത്തിൽ എന്താണ്, കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ചിട്ടുള്ള കൃഷി രീതിയാണ് ഉയർഭൂമി കൃഷി രീതി. വയനാട് പോലുള്ള മലനിരകളിലാണ് ഈ ഉയർഭൂമി കൃഷി രീതി കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ജലസേചന സൗകര്യം കുറവായതുകൊണ്ട് അത് മഴയെ ആശ്രയിച്ചുള്ള ഒരു കൃഷി രീതിയാണ്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് കൃഷി. ഇൻ്റഗ്രേറ്റഡ് എന്നാൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ എന്താണ്, നെൽകൃഷിയോടൊപ്പം മത്സ്യകൃഷി, അതുപോലെ പശുപരിപാലനം തുടങ്ങിയവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇത് ഇൻ്റഗ്രേറ്റഡ് കൃഷി രീതി, അല്ലെങ്കിൽ സംയോജിത കൃഷി രീതി എന്ന് പറയും. ഈ പാടശേഖര സമിതികളുണ്ട്. ഈ പാടശേഖര സമിതികൾ വഴി ഇപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് കൃഷി രീതിയുടെ പ്രചാരണം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കയലാറൻ നെൽകൃഷി മത്സ്യബന്ധനവും ഒപ്പം നിലനിർത്തിക്കൊണ്ടുപോകുന്നൊരു നെൽകൃഷിയാണ്. അങ്ങനെയുള്ള രീതിക്ക്, അതായത് ഒരു കൃഷിയോടൊപ്പം മറ്റ് കൃഷി രീതികളും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇത് ഇൻ്റഗ്രേറ്റഡ് കൃഷി രീതി, അല്ലെങ്കിൽ സംയോജിത കൃഷി രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചെന്താണ്, വടക്കൻ കേരളത്തിലെ പ്രധാന കൃഷി രീതികളെയാണ് അല്ലേ. അപ്പോൾ ഒന്ന് പൊക്കാളപ്പാട് കൃഷി രീതി, പിന്നെ പുനൽക്കോട്ട് കൃഷി രീതി, മൂന്നാമത്തത് തോട്ടം കൃഷി, നാലാമത്തത് ഉയർഭൂമി കൃഷി രീതി, അഞ്ചാമത്തത് ഇൻ്റഗ്രേറ്റഡ് കൃഷി അല്ലെങ്കിൽ സംയോജിത കൃഷി രീതി. ഞാൻ 5 എണ്ണമാണ് അതിൽ പറയാനുള്ളത് കേട്ടോ. പിന്നെ കേരളത്തിൻ്റെ ആദ്യകാല ബന്ധുത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള അധിവാസ കേന്ദ്രത്തെക്കുറിച്ച് ആണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിയോലിത്തിക് മനുഷ്യരെ പർവ്വത മേഖലകളിലും അതുപോലെ തന്നെ പുഴകൾക്കരികിലുമാണ് താമസിച്ചിരുന്നത്. അതിൻ്റെ തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. വയനാട്, ഇടുക്കി പർവ്വത മേഖലകളിലും അതുപോലെ തന്നെ ഗുഹകളിലൊക്കെ ലഭിച്ചിട്ടുള്ള
കലാസൃഷ്ടികൾ അല്ലെങ്കിൽ കലാ ഉപകരണങ്ങളൊക്കെ ഏതിൻ്റെ തെളിവുകളാണ്? ഈ നിയോലിത്തിക് മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ തെളിവുകളാണ് നമുക്ക് നൽകുന്നത്. പിന്നെ മെഗാലിത്തിക് സംസ്കാരം പ്രധാനമായിട്ടും ശവസംസ്കാരത്തോട് ബന്ധപ്പെട്ട രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതിൻ്റെ തെളിവുകളും നമുക്ക് ഏറെക്കുറെ കോട്ടയം, തൃശ്ശൂർ, ഇടുക്കി, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ അതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇരുമ്പ് ഉപകരണങ്ങളും ചെമ്പ് പാത്രങ്ങളും ഉൾപ്പെടെ പുരാവസ്തുക്കളും അതിൻ്റെ ഭാഗമായിട്ട് മെഗാലിത്തിക്കിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആദ്യകാല മനുഷ്യർ ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. എടക്കൽ ഗുഹ പോലുള്ള സ്ഥലങ്ങളിൽ ചിത്രകലയും അതുപോലെ തന്നെ കുറിപ്പുകളും കാണുന്നുണ്ട്. ശിലായുഗ മനുഷ്യൻ്റെ സംസ്കാര മൂല്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുക. കുറിപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഒത്തിവെച്ചിട്ടുള്ളതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. വൃത്തിയുള്ള വെള്ളം ലഭിക്കാവുന്ന പ്രദേശങ്ങളായ നദീതീരങ്ങളിൽ ആളുകൾ താമസിച്ചു വന്നു. ഈ കൃഷിക്കും കുടിവെള്ളത്തിനും അനുയോജ്യമായ ഭൂമി ലഭ്യമായാൽ ആ ഏരിയയിൽ ആളുകൾ താമസിക്കുന്ന രീതിയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ അതാണ് ആദ്യകാല ബന്ധുത്വ അടിസ്ഥാനമാക്കിയിട്ടുള്ള അധിവാസ കേന്ദ്രങ്ങൾ അങ്ങനെയാണ് രൂപപ്പെട്ടു വന്നിരുന്നത്. പിന്നെ നെൽകൃഷിയിലും തെങ്ങ് കൃഷിയിലും നദികളുടെയും കായലുകളുടെയും പങ്ക് ചോദിക്കും നമ്മളോട്. അറിയാമല്ലോ അല്ലേ, എന്താണ്? നദികളെയും കായലുകളെയും ആശ്രയിച്ചാണ് പാടശേഖരങ്ങളിൽ വെള്ളം എത്തിക്കുന്നത്. ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലിയാർ തുടങ്ങിയ നദികൾ വയലുകൾക്ക് ജീവതാളം നൽകുകയും അതിന് വയലുകളെ പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരുന്നത് അവയാണ്. നദീതീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള കായൽ പാടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നെൽകൃഷിക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കും. നദീജലം മണ്ണിലേക്ക് കൊണ്ടുവരുന്ന മൈക്രോ ന്യൂട്രിയൻറ്റുകൾ നാടൻ നെല്ലിൻ്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകമാണ്. നദീതീരങ്ങൾക്കും കായൽ തീരങ്ങൾക്കുമുള്ള ഈർപ്പമാണ് തെങ്ങ് വളരാൻ അവയെ സഹായിക്കണമെങ്കിൽ അതിനനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ദൈനംദിന ജലവിതരണത്തിനും തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലനിരപ്പ് ഉയർത്തുന്നതിനും കായലുകളും തോടുകളും ഏറെ സഹായിക്കുന്നുണ്ട്. ശുദ്ധജലം ലഭ്യമാകുന്നത് തേങ്ങയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. അതായത് നല്ല ജലം കിട്ടുന്നിടത്തേ തെങ്ങ് വളരുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുള്ളൂ, തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്നുള്ളൂ, അല്ലെങ്കിൽ തേങ്ങ ഉണ്ടാവുന്നുള്ളൂ. നദീതീരങ്ങളിൽ ഉൾക്കടൽ മണ്ണ് കൂടുതൽ ഫലവത്തായതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തെങ്ങ് വളരുന്നതിന് അനുയോജ്യമായൊരു അന്തരീക്ഷം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ഒരു ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനായിട്ടുള്ള മേഖലകൾ. ഇതൊക്കെയാണ് വടക്കൻ കേരളത്തിലെ നെൽകൃഷിയുടെ വ്യത്യസ്ത രീതികൾ, അത് 5 രീതികൾ. പിന്നെ വരുന്നത് കേരളത്തിൻ്റെ ആദ്യകാല ബന്ധു അടിസ്ഥാനമാക്കിയിട്ടുള്ള അധിവാസ കേന്ദ്രങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിൽ ഏതൊക്കെ പറയണം? നിയോലിത്തിക്, പിന്നെ ആദിമ മനുഷ്യർ, അതായത് അത് കഴിഞ്ഞിട്ട് ഉയർന്നു വരുന്ന മനുഷ്യരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ച് പറയണം. ലാസ്റ്റിൽ പറയുമ്പം എന്താണ്? നദീതീരങ്ങളിലും ശുദ്ധജലം ലഭിക്കുന്നിടത്തുമാണ് ആളുകൾ കൂടുതലും വാസസ്ഥലങ്ങൾ ഉറപ്പിച്ചിരുന്നത്. പിന്നെ നമ്മളോട് ചോദിക്കുന്ന നെൽകൃഷിയിലും തെങ്ങ് കൃഷിയിലും നദികളുടെയും കായലുകളുടെയും പങ്കാണ്. അതായത് ജലലഭ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിൽ വരുന്നത്. അതിനനുസരിച്ച് നമുക്ക് നോട്ടൊന്നും ബാക്കി നിങ്ങൾ എഴുതിയാലും ആൻസർ ശരി തന്നെയാണ് കേട്ടോ. നിങ്ങളുടേതായ ഒരു ഭാഷയിൽ എഴുതിയാലും ആൻസർ ശരിയാവാത്ത പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.